നമസ്കാരം. ഞാൻ ബിജീഷ് ഉള്ളൂ. പ്രൊഫഷണലി ഒരു ഫുൾ ടൈം ട്രേഡറാണ്. എല്ലാവർക്കും ബിജീഷ് ഉള്ളൂ മാർക്കറ്റ് പ്രഡിക്ഷൻ അനാലിസിസിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയിൽ എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്, വരും ദിവസങ്ങളിലായാലും എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്, എങ്ങനെ വ്യക്തമായിട്ട് നമുക്ക് ട്രേഡുകൾ നമുക്ക് മാനേജ് ചെയ്യാം. ഈ ഒരു ട്രെൻഡ് എന്താണ്, ഈ ഒരു ട്രെൻഡിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ 2 ദിവസത്തെ മുമ്പ് സൂചിപ്പിച്ചിരുന്ന ആ ലെവല് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സപ്പോർട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സപ്പോർട്ട് നിഫ്റ്റിയുടെ ബ്രേക്ക് ചെയ്തിരിക്കുകയാണ്. താഴത്തേക്ക് ബ്രേക്ക് ചെയ്തിരിക്കുകയാണ്. നിഫ്റ്റി ഒരു വീക്ക്നെസ് ട്രെൻഡിലേക്ക് കടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. പക്ഷെ സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് കൃത്യമായിട്ട് മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഏതൊരു ടെക്നിക്കലും ഏതൊരു ന്യൂസും ഫോളോ ചെയ്യുന്നതിനെക്കാട്ടും ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ട്രേഡുകൾ മാനേജ് ചെയ്യാനായിട്ട് പറ്റും. അതിനൊരു എക്സാമ്പിൾ ആണ് ഇന്നത്തെ ഒരു മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ റെസിസ്റ്റൻസ് പറഞ്ഞിരിക്കുന്നത് നോക്കുക, 22,010. നമ്മൾ എപ്പോഴും പറയാറുള്ളതാണ്, റെസിസ്റ്റൻസിന്റെ മുകളിൽ ഓപ്പൺ ചെയ്യാതെ നമുക്ക് ഷോർട്ട്സിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി ബൈയുടെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യരുത്. ഇതൊരു നിഫ്റ്റി ആയാലും ഒരു ഫാൾസ് ബ്രേക്ക്ഔട്ട്, ഫാൾസ് മൂവ്മെന്റ് മുകളിലേക്ക് നടത്തിക്കുന്ന പലരും ട്രാപ്പ് ആകുന്ന ഇവിടെയാണ്. ജസ്റ്റ് ഒരു ട്രെൻഡ് ലൈൻ വരച്ച് അതിന്റെ മുകളിൽ നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്യുന്നത് കാണുമ്പോൾ നിഫ്റ്റിയിൽ വലിയൊരു ബൈ സിഗ്നലാണ്, വലിയൊരു മൊമെന്റ് ആണ് മാർക്കറ്റിൽ വരാൻ പോകുന്നത് തീരുമാനിക്കും. നമ്മൾ എല്ലാ വീഡിയോസിലും, ഓൾമോസ്റ്റ് വീഡിയോസിലൊക്കെ പറയാറുണ്ട്, സപ്പോർട്ട് റെസിസ്റ്റൻസിന്റെ അപ്പുറത്തേക്ക് ഒരു ടെക്നിക്കൽ അനാലിസിസും വെച്ചില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ റൈറ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് അനാലിസിസ് നടത്തിയാലാണ് എക്സാക്ട് ആയിട്ടുള്ള ഒരു എൻട്രി, എക്സാക്ട് ആയിട്ടുള്ള ഒരു ട്രെൻഡ് നമുക്ക് ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതിനുശേഷം ആയാലും നിഫ്റ്റി ആയാലും നമ്മൾ 1-2 തവണ സൂചിപ്പിച്ചിരുന്നു 21,985. ഇത് ബ്രേക്ക് ചെയ്തതിന്റെ താഴത്തേക്ക് നിലനിർത്തി കഴിഞ്ഞാൽ നിഫ്റ്റിയിൽ ഷോർട്ട് സെല്ലിനാണ് സാധ്യത, പ്രോഫിറ്റ് ബുക്കിനാണ് സാധ്യത. ഇതിന്റെ ഒരു മുകളിൽ നിലനിൽക്കുമ്പോൾ മാത്രമാണ് നിഫ്റ്റിയിൽ ഒരു ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടന്റ് നൽകേണ്ടത്. വളരെ എക്സാക്ട് ആയിട്ടാണ് മാർക്കറ്റിൽ ആ ഒരു ഈ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ അതിനുശേഷം നിഫ്റ്റിയിലായാലും വലിയൊരു ഫാളായിരുന്നു. നമ്മൾ നൽകിയിരിക്കുന്ന എല്ലാ സപ്പോർട്ടുകളും, ഓൾമോസ്റ്റ് ഒരു സപ്പോർട്ടുകളൊക്കെ ഈ ഒരു ലെവലിലൊക്കെ നമ്മൾ സപ്പോർട്ട് നൽകിയിട്ടുണ്ട്. നിഫ്റ്റി ഈ ഒരു ലെവലിൽ നിന്ന് ബൗൺസ് ചെയ്ത് നോക്കുക. നമ്മൾ അതിനുശേഷം നമ്മളൊരു സപ്പോർട്ട് നൽകിയിരിക്കുന്നത് 21,785 അപ്പൊ നിഫ്റ്റിയിലെ ഈ ഒരു ബൗൺസ് പോലും നടത്തിയിരുന്നത് എക്സാക്ട് ആയിട്ട് ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്തതിന് ശേഷം എക്സാക്ട് ആയിട്ട് ഈ ഒരു ഈ ഒരു സപ്പോർട്ടിൽ നിന്നാണ് ഒരു ബൗൺസ് നടത്തിയിരുന്നത്. അതിനുശേഷം ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്തതോടുകൂടി നിഫ്റ്റി വലിയൊരു മൊമെന്റാണ്. നിഫ്റ്റിയിലും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഡൗൺവേർഡ് മൊമെന്റ് ആണ്. കാരണം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സപ്പോർട്ട് നിഫ്റ്റിയിൽ ഇവിടെയാണ്. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്തത്. പിന്നെ നമ്മൾ ലോവർ ലെവലിൽ നിന്ന് ബൈ എടുക്കുമ്പോൾ സൂചിപ്പിച്ചിരുന്ന 2 ദിവസം മുൻപത്തെ വീഡിയോസിൽ സൂചിപ്പിച്ചിരുന്ന ഈ ഒരു ലെവലിൽ ഈ ഒരു ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടന്റ് നൽകരുത്. കാരണം നിഫ്റ്റി 21,820 നല്ല താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്താൽ ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടന്റ് നൽകരുത്. പിന്നെ ഇതിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യാതെ ബൈക്ക് ഇമ്പോർട്ടന്റ് നൽകരുത്. നമ്മൾ 1-2 തവണ 1-2 വീഡിയോസിൽ സൂചിപ്പിച്ചതാണ്. വീഡിയോസ് സ്കിപ്പ് ചെയ്ത് പോയവർക്കോ ആ ഒരു സെക്ഷൻ മാർക്കറ്റിന്റെ ഒരു ട്രെൻഡ് ഒക്കെ അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ എക്സാക്ട് ആയിട്ട് ഒരു ലെവലുകളൊക്കെ പറയുന്നത്. മാർക്കറ്റിന്റെ ഒരു സിറ്റുവേഷൻ, കറണ്ട് സിറ്റുവേഷൻ ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണ്. അപ്പോൾ നിഫ്റ്റിയിലും ഇന്ന് മാർക്കറ്റിൽ വന്നിരിക്കുന്ന വലിയൊരു ഫാളാണ്. മാർക്കറ്റിൽ അതിന് ശേഷം നിഫ്റ്റിയിലും ബൗൺസ് ചെയ്ത് നോക്കും. നിഫ്റ്റി ഓരോ ബൗൺസ് നടത്തി നോക്കുക. നമ്മൾ കഴിഞ്ഞ ദിവസം നടത്തിയിരിക്കുന്ന ഒരു സപ്പോർട്ട് എന്നല്ലേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. അതായത് നിഫ്റ്റി 21,720. അതിനുശേഷം നിഫ്റ്റി ബ്രേക്ക് അതിനുശേഷം നിഫ്റ്റി അവസാനത്തെ ഒരു സെക്ഷനിൽ ബൗൺസ് ചെയ്തിട്ടുള്ള ഏരിയ. ഇതൊക്കെ നമ്മൾ നൽകിയിരിക്കുന്ന സപ്പോർട്ട് ലെവലാണ്. അപ്പൊ ഇമ്പോർട്ടന്റ് സപ്പോർട്ട് ലെവലിന്റെ ആ ഒരു പവർ നോക്കുക. എക്സാക്ട് ആയിട്ട് നമ്മളൊരു ബൈക്ക് ഉപയോഗിക്കുന്ന ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവല്, അത് അതിൻ്റെതായിട്ടുള്ള ഒരു പവർ മാർക്കറ്റിൽ കിട്ടും. അപ്പൊ നിഫ്റ്റിയിലായാലും ഒരു ദിവസങ്ങളിലായാലും നമുക്ക് നിഫ്റ്റിനെ നമുക്ക് അത് എങ്ങനെ മാനേജ് ചെയ്യണം, ഏതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവല് നമുക്ക് നോക്കാം. നിഫ്റ്റിയിലും വോളറ്റൈലാണ്, ശ്രദ്ധിക്കുക. ഇത് നല്ലൊരു സപ്പോർട്ടാണ്. 21,660 സപ്പോർട്ടാണ്. ഇതിന്റെ താഴത്തേക്ക് കുറച്ച് സമയം സസ്റ്റെയിൻ ചെയ്താൽ കൂടുതൽ വീക്ക്നെസ് ആയിരിക്കും. പക്ഷെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിന്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നതിന്റെ അടുത്ത് നിലനിൽക്കുമ്പോൾ നിഫ്റ്റിയിലും ബൗൺസിന് ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇതൊന്ന് മാർക്ക് ചെയ്തെടുക്കുക. ഇതൊരു യെല്ലോ മാർക്ക് ചെയ്തിടുക ഈ ഒരു ലൈൻ. കാരണം ഈ ഒരു ലെവൽ ഇമ്പോർട്ടന്റ് ആണ് വരുന്നത്. അപ്പൊ നിഫ്റ്റിയിലും റെസിസ്റ്റൻസ് അടുത്ത ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് ആണ് 21,715. ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്നത് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. 21,765 സപ്പോർട്ടാണ്. അപ്പൊ ഈ ഒരു സപ്പോർട്ടിന്റെ താഴെയാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ചില ടൈം ഫ്രെയിമിൽ ചിലപ്പോൾ വീക്ക്നെസ് വരും, പ്രോഫിറ്റ് ബുക്കിംഗ് വരും.
715 ബ്രേക്ക് ചെയ്ത് 21,660 ഹോൾഡ് ചെയ്തുകൊണ്ട് ഇതിന് മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. കാരണം ഇമ്പോർട്ടന്റ് സപ്പോർട്ടിന്റെ അടുത്ത് നിന്നുള്ള ബൈ ഓപ്പർച്യൂണിറ്റി ചെറിയ സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് തന്നെ യൂട്ടിലൈസ് ചെയ്യുക. ഈ ഒരു ലെവല് സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു താഴെ സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഉണ്ടാകുന്ന ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. പക്ഷേ തൊട്ടടുത്ത് റെസിസ്റ്റൻസുകൾ ഉണ്ട്. നമ്മൾ തൊട്ടടുത്ത് റെസിസ്റ്റൻസ് നൽകുന്നത് കാരണം മാർക്കറ്റിന് ഈസി ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ തൊട്ടടുത്ത റെസിസ്റ്റൻസ് തരും. പക്ഷെ നമ്മളതിലും ചില സിറ്റുവേഷനിൽ ചില മാർക്കറ്റിന്റെ വോളറ്റാലിറ്റിയിലൊക്കെ മാർക്കറ്റിൽ സപ്പോർട്ട് റെസിസ്റ്റൻസുകളൊക്കെ വളരെ വൈഡ് ആയിട്ടാണ് നൽകാറ്. പക്ഷെ കറണ്ട് സിറ്റുവേഷൻ മനസ്സിലാക്കുക. കാരണം ട്രെൻഡും അല്ലാതും വീക്ക്നെസ് ആയതുകൊണ്ട് ഇതേ രീതിയിലാണ് സപ്പോർട്ട് റെസിസ്റ്റൻസ് നൽകുന്നത്. 21,765 മുകളിലാണ് ഓപ്പൺ ചെയ്യുന്നത്. ബൈ ഓപ്പർച്യൂണിറ്റി ചെറിയ ടൈം ഫ്രെയിമിൽ കിട്ടിക്കഴിഞ്ഞാൽ യൂട്ടിലൈസ് ചെയ്യാം. 21,805 ഇതാണ് അടുത്ത റെസിസ്റ്റൻസ്. ഇതിന്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നത് നോക്കാം. ഇതിന്റെ മുകളിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഇത് ശ്രദ്ധിക്കുക. ബൈ ഓപ്പർച്യൂണിറ്റി ചെറിയ ടൈം ഫ്രെയിമിൽ കിട്ടിയാൽ യൂട്ടിലൈസ് ചെയ്യാം. 805 താഴത്തേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാരണവശാലും ബൈയുടെ പൊസിഷൻ യൂട്ടിലൈസ് ചെയ്യരുത്. ഷോർട്ട്സിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, സപ്പോർട്ടിൽ നിലനിൽക്കുമ്പോൾ ഒരിക്കലും അല്ലെങ്കിൽ റെസിസ്റ്റൻസിന്റെ മുകളിൽ നിലനിൽക്കുമ്പോൾ ഒരിക്കലും ഷോർട്ട്സിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യരുത്. അപ്പൊ ഇതിന് ശേഷമായാലും നിഫ്റ്റിയിലായാലും സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് 21,880 നിഫ്റ്റിക്കായാലും വോളറ്റാലിറ്റി ഉള്ളത് കൊണ്ട് തന്നെ നിഫ്റ്റി ചിലപ്പോൾ 805 880 വരെ ബൗൺസ് ചെയ്തേക്കാം. സ്പേസ് ഉണ്ട്, ഹയർ ലെവലിലേക്ക് സ്പേസ് ഉണ്ട്, മനസ്സിലാക്കുക. ഇതൊരു ഇമ്പോർട്ടന്റ് സപ്പോർട്ട് ലെവലാണ് 21,660. അതിന് താഴത്തേക്ക് കുറച്ച് സമയം ഹോൾഡ് ചെയ്താൽ തന്നെയാണ് നമുക്ക് അടുത്തൊരു ലെവലുകൾ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. എന്നിരുന്നാലും ഇതിന്റെ താഴത്തേക്ക് നിലനിൽക്കുകയാണെങ്കിൽ നോക്കുക, 21,600 സപ്പോർട്ട് നിലനിൽക്കുന്നുണ്ടോ എന്ന് നോക്കുക. പിന്നെ 85 500 താഴെയാണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. 21,500 താഴെയാണ് പിന്നെ സപ്പോർട്ട് വരിക. 21,485 സപ്പോർട്ട് വരിക. നിഫ്റ്റിയിൽ ഇത്ര ലെവൽ ഫോളോ ചെയ്ത് എക്സലേറ്റർ ട്രെൻഡിൽ നിലനിൽക്കാനായിട്ട് ശ്രദ്ധിക്കുക. ബാങ്ക് നിഫ്റ്റി ആയാലും ഇന്നൊരു റെസിസ്റ്റൻസിന്റെ താഴെയാണ് ബാങ്ക് നിഫ്റ്റി ഓപ്പൺ ചെയ്തിരുന്നത്. ബാങ്ക് നിഫ്റ്റി ആയാലും ഒരു ഫാൾസ് മൂവ്മെന്റ്, ഫാൾസ് ബ്രേക്കൗട്ട് മുകളിലോട്ട് നടത്തിയിട്ടാണ് ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയിലും വലിയൊരു സഡൻ ആയിട്ടുള്ള ഒരു ഫാൾ ആയിരുന്നു മാർക്കറ്റിൽ വന്നിരുന്നത്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ പറയുന്ന ഒരു സപ്പോർട്ടിന്റെ അടുത്ത് താഴത്തേക്ക് ഒരു ക്ലോസിംഗ് നിലനിർത്തി കഴിഞ്ഞാൽ, ഒരു ക്യാൻഡിൽ ചെറിയൊരു ടൈം ഫ്രെയിമിൽ ക്ലോസിംഗ് നിലനിർത്തി കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി ഒന്ന് ബൗൺസ് ചെയ്ത് നോക്കുക. ബാങ്ക് നിഫ്റ്റി ഒരു ഫാള് വന്നതിന് ശേഷം നമ്മൾ ഒരു സപ്പോർട്ട് നൽകിയിരിക്കുന്ന ഏതാണ് നിങ്ങൾ ശ്രദ്ധിക്കുക. 21,300 നമ്മൾ ഇന്നലെ അപ്ഡേറ്റ് ചെയ്തിരുന്ന ഒരു സപ്പോർട്ട്. ആ ഒരു സപ്പോർട്ടിൽ നിന്നാണ് ബാങ്ക് നിഫ്റ്റിക്ക് ആ ഒരു ബൗൺസ് പോലും നടത്തിയത്. കാരണം ഈ ഒരു വലിയൊരു ഫാള് പോലും നിന്നത്, ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പായി നിന്നത് പോലും 300 സപ്പോർട്ട് ചെയ്താണ്. അതിനുശേഷം 300 സപ്പോർട്ട് ബ്രേക്ക് ചെയ്തു ബാങ്ക് നിഫ്റ്റി ആയാലും. അതിനുശേഷം ആയാലും ബാങ്ക് നിഫ്റ്റിയിൽ ഒരു സഡൻ ആയിട്ടുള്ള ഒരു ഫാളാണ് ബാങ്ക് നിഫ്റ്റിയിൽ അത് വന്നിരുന്നത്. കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്ന ആ ഒരു സപ്പോർട്ട് ലെവലിലേക്ക് 45,000 അടുത്തേക്ക്, 45,000 അടുത്താണ് സപ്പോർട്ട്. ഈ ഒരു സപ്പോർട്ട് ബാങ്ക് നിഫ്റ്റിയിലും ലെവല് വിട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വീഡിയോസിൽ നൽകിയിരിക്കുന്ന സപ്പോർട്ട് നോക്കാൻ സൂചിപ്പിച്ചിരുന്നു. 2 ദിവസത്തെ വീഡിയോസിലും സൂചിപ്പിച്ചിട്ടുണ്ട്. ഇൻ കേസ് വലിയൊരു ഫാള് തന്നു നമ്മൾ നൽകാത്ത ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസിന്റെ അടുത്തേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ 2 ദിവസം മുൻപ് നമ്മൾ ആ ഒരു ലെവൽ സപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ആ ഒരു സപ്പോർട്ട് വർക്ക് ചെയ്യുമെന്നാണ് നമ്മൾ സൂചിപ്പിച്ചിരുന്നത്. അപ്പൊ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റിയിലും വരും ദിവസങ്ങളിലായാലും നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം, ഏതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ്. ബാങ്ക് നിഫ്റ്റിയിലും വീക്ക്നെസ് തന്നെയാണ്. ബാങ്ക് നിഫ്റ്റി ഒരു ഹയർ ലെവലിൽ റെസിസ്റ്റൻസ് കാണുന്നത് 40,540 റെസിസ്റ്റൻസ്, 40,365 റെസിസ്റ്റൻസ്, 45,100 സപ്പോർട്ട്. ഇപ്പൊ ബാങ്ക് നിഫ്റ്റിയിലായാലും ലോവർ ലെവലിൽ നല്ല സപ്പോർട്ട് ഉണ്ട്. അതായത് ലോവർ ലെവൽ സപ്പോർട്ട് ഹോൾഡ് ചെയ്ത് ഇപ്പൊ ബാങ്ക് നിഫ്റ്റി സിറ്റുവേഷൻ വീക്ക്നെസ് ആയതുകൊണ്ട് തന്നെ ഇൻകേസ് ഓപ്പൺ ചെയ്ത് 40,100 താഴെയാണെങ്കിൽ ക്വിക്ക് ആയിട്ടുള്ള ഒരു ഫാൾ വരും. മാർക്കറ്റ് ഈ ഒരു സപ്പോർട്ട് എടുത്തുകൊണ്ട് 40,100 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ബയേഴ്സിന് ആക്റ്റീവ് ആകാം. ബയേഴ്സ് അല്ലാതെ അഗ്രസീവ് ആയിട്ടുള്ള ബൈയിങ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യരുത്. അല്ലെങ്കിൽ റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യണം. 40,100 മുകളിലാണ് സസ്റ്റെയിൻ ചെയ്യുന്നതെങ്കിൽ തൊട്ടടുത്ത് റെസിസ്റ്റൻസ് ഉണ്ട്. റെസിസ്റ്റൻസ് എത്തുമ്പോഴേക്കും പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കാം. 40,365 റെസിസ്റ്റൻസ് വരുന്നത്. ഓപ്പൺ ചെയ്യുന്ന റെസിസ്റ്റൻസിന്റെ താഴെയാണെങ്കിൽ ഷോർട്ട് സെല്ലിന് മാത്രമാണ് ഇമ്പോർട്ടൻറ്റ് നൽകേണ്ടത്. പക്ഷേ റെസിസ്റ്റൻസിന്റെ മുകളിലാണെങ്കിൽ ഷോർട്ട് സെല്ലിന്റെ ഓപ്പർച്യൂണിറ്റി 40,365 താഴത്തേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യാതെ ഷോർട്ട് സെല്ലിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്ത് ബൈക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് നൽകേണ്ടത്. 40,540 റെസിസ്റ്റൻസ് ആണ്. റെസിസ്റ്റൻസിന്റെ അടുത്ത് ഷോർട്ട് സെന്റ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. 40,365 താഴത്തേക്ക് ബ്രേക്ക് ചെയ്ത ഷോർട്ട് സെന്റ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. അപ്പൊ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ഇത്ര ലെവൽ ഫോളോ ചെയ്ത് എക്സൈറ്റ് ആയിട്ടുള്ള പ്ലാനിൽ നിലനിൽക്കുക. മാർക്കറ്റിലെ വലിയ അവസരമായിട്ട് നമുക്ക് വരും ദിവസം അപ്ഡേറ്റ് വീണ്ടും കാണാം. എല്ലാവരുടെയും വലിയ ഷെയറുകളും കമ്പനികളും പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി.